ഇത് നമ്മൾ പറയുമ്പോഴേ ഇപ്പോൾ 2016 അന്ന് LDF പ്രഖ്യാപിച്ച പ്രകടന പത്രിക പറഞ്ഞാണ് 13 ഇനം അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കില്ല എന്നുള്ളത്. അല്ല, അത് 13 ഇനങ്ങളുടെ വില 5 വർഷം വർദ്ധിപ്പിക്കില്ലെന്നാണ് അന്നത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്. 2021 പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ അത് മാറ്റം വരുത്താതെ തുടരുകയും അങ്ങനെ 8 വർഷക്കാലം ഇപ്പോൾ അതിൽ മാറ്റം വരുത്തി 8 വർഷക്കാലം ആ 13 നിത്യോപയോഗ സാധനങ്ങളുടെ സബ്സിഡി നിരക്കിൽ 2016 വിലക്കിൽ നൽകിയിരുന്ന ഈ ലോകത്ത് പക്ഷേ ഒരു സ്റ്റേറ്റും കാണില്ല, കേരളമാണ്. അത് മാർക്കറ്റ് അത്തരം പ്രവർത്തനം നല്ല മാർക്കറ്റ് ഇൻ്റർവെൻഷനാണ്. മാർക്കറ്റിൽ വില വർദ്ധിക്കുമ്പോൾ സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ അവന് നിത്യോപയോഗ സാധനങ്ങൾ നൽകുമെന്ന് ഉറപ്പാക്കാൻ അതിനനുസരിച്ച് സപ്ലൈകോയുടെ ഇടപെടലാണ് അതിലൂടെ ഉണ്ടായത്. വിലക്കയറ്റം തടയുന്നതിന് ഏറ്റവും നല്ല മാർഗം വിപണിയിൽ ഇടപെടുക എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ അതെ, വിലക്കയറ്റം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം രാജ്യമൊട്ടാകെയുള്ള പൊതുവായിട്ടുള്ള നമ്മളെല്ലാം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് നിലയ്ക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങുന്നവരാണ്, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ് വാങ്ങുന്നത്. എന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മാർക്കറ്റിൽ വില വർദ്ധിക്കുമ്പോൾ മാർക്കറ്റിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരന് മറ്റൊരു ചോയ്സ് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം നിലയ്ക്ക് സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ്, സഹകരണ സ്ഥാപനങ്ങൾ ഇത്തരം സ്ഥാപനങ്ങൾ ചെന്നാൽ വില കുറച്ചും സബ്സിഡി നിരക്കിലും ന്യായവിലയ്ക്കും ലഭിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്ന തരത്തിലേക്കുള്ള സംവിധാനം ശക്തിപ്പെടുത്താനും അതിനനുസരിച്ച് ആ കേന്ദ്രങ്ങളിൽ നിന്ന് ആവശ്യാനുസൃതം ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുമുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചതാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ നമ്മളെ സഹായിച്ചത്. ഇന്നിപ്പോൾ കേരളത്തിൽ 1700 ഔട്ട്ലെറ്റുകൾ സപ്ലൈകോയ്ക്കുണ്ട്. അതുകൂടാതെ വ്യാപകമായി സഞ്ചരിക്കുന്ന സൂപ്പർ സ്റ്റോറുകൾ നമ്മൾ ഓരോ പ്രധാന ജംഗ്ഷനുകളിലും ഗ്രാമീണ മേഖലയിലും അടക്കം എത്തുന്നുണ്ട്. റേഷൻ കടകളിൽ തന്നെ 2500ഓളം കടകളെ സ്റ്റോറാക്കി മാറ്റിയതിലൂടെ നിരവധി പൊതുമേഖലാ ഉൽപ്പന്നങ്ങൾ ഈ സപ്ലൈകോയിലടക്കമുള്ള MSME ഉൽപ്പന്നങ്ങളടക്കം വില കുറച്ച് ന്യായവിലയ്ക്കും കിട്ടാനുള്ള സൗകര്യങ്ങൾ. അങ്ങനെ വിപുലമായ ഒരു ശൃംഖല കേരളത്തിൽ പൊതുവിതരണ രംഗം മാത്രമല്ല ഈ രീതിയിൽ സപ്ലൈകോയിലൂടെയും കൺസ്യൂമർ ഫെഡിലൂടെയും ന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുള്ള സംവിധാനം കേരളത്തിൽ ഉറപ്പാക്കിയിട്ടുണ്ട്.